ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 1 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ സീസൺ എവിടെ വെച്ചാണ് അവസാനിച്ചത് അവിടെ വെച്ച് തന്നെ തുടങ്ങുന്നു. ഒക്കാറോൺ ജിജിയും ടാലിസ്മാനുള്ള ഒരു സീക്രട്ട് റൂം കണ്ട് ഷോക്കായി നിൽക്കുന്നു. ഇവിടെ ഹോട്ട് സ്പ്രിംഗിൽ അവിടെ വന്ന ആളുകൾ മോമോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇത് കണ്ട് മോമോ തന്റെ പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അപ്പോ ഒരാൾ വന്ന് അവളുടെ കൈ പിടിച്ച് അവളെ വെള്ളത്തിൽ മുക്കുന്നു. അപ്പൊ പെട്ടെന്ന് മോമോയെ പിടിച്ച ആളുടെ ദേഹത്ത് ഒരു വലിയ സാധനം വന്നിരിക്കുന്നു. ഇത് കാരണം മോമോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇങ്ങനെ മോമോ പോകുമ്പോൾ അവരെല്ലാവരും മോമോയെ പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അവരുടെ ദേഹത്ത് അവിടെയുള്ള മരം കൊണ്ട് നിർമ്മിച്ച വാള് വന്ന് വീകുന്നു. ഇങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതുമ്പോൾ ഒരു വ്യക്തി വന്ന് അവളുടെ കൈ പിടിക്കുന്നു. പെട്ടെന്ന് അയാളുടെ ദേഹത്തും അവിടെയുള്ള വാള് വന്ന് വീകുന്നു. ഇതുകൊണ്ട് മോമോ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മോമോ നോക്കുമ്പോഴാണ് കാണുന്നത് ഇതൊക്കെ ടെർബോ ഗ്രാനിയുടെ പവറാണ്. ഇത് കണ്ട് മോമോ, ടെർബോ ഗ്രാനി നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇതേട്ട് ഗ്രാനി, നിങ്ങളും സൈക്കോയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ഞാൻ നിന്റെ ബാഗിൽ ഒളിച്ചിരുന്നതാണ്. ഇതേട്ട് മോമോ, ഇനി നമ്മൾ ഈ സ്ഥലം എങ്ങനെ ശരിയാക്കും? ഇതേട്ട് ഗ്രാനി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്ഥലം ഓൾറെഡി പഴയതാണ്. അതുകൊണ്ട് ഇത് തകർന്നാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെയിരിക്കെ അവിടെ ഈ സൗണ്ടൊക്കെ കേട്ട് അവിടുത്തെ നാട്ടുകാർ വരുന്നു. അവർ ചോദിക്കുന്നു ഇതൊക്കെ ആരാണ് ചെയ്തത്? ഇതോടെ മോമോയും ടെർബോ ഗ്രാനിയും ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. അങ്ങനെ അവർ കരുതുന്നു ഇതിന് കാരണം ആ ആളുകളാണെന്ന്. ഇത് കണ്ട അവർ ദേഷ്യത്തിൽ, നിങ്ങൾ ആ കീറ്റോ ഫാമിലി ആളുകളല്ലേ? പുറത്തു വന്ന് മോമോ ടെർബോ ഗ്രാനിയോട് നന്ദി പറയുന്നു. ഇതോടെ ഗ്രാനി, നിന്നെ ഞാൻ രക്ഷിച്ചതൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കായി സംഭവിച്ചതാണ്. ദെൻ മോമോ ടെർബോ ഗ്രാനിയോട് ജിജിയുടെ വീടിനെ പറ്റി ചോദിക്കുന്നു. നിങ്ങൾ ജിജിയുടെ വീട് കണ്ടതല്ലേ? നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സ്പിരിറ്റ് ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഇത് കേട്ട് ഗ്രാനി, ആ വീട് മുഴുവനും ഹ്യൂമൻ ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒക്കാറൂണും ജിജിക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒക്കാറൂൺ പറയുന്നു നമുക്ക് മോമോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് അവരുടെ കോളിംഗ് ബെൽ ആരോ റിങ് ചെയ്യുന്നു. ഇത് കേട്ട് ജിജി, ഓ മോമോ നീ വന്നോ, ഞങ്ങൾ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഡോർ തുറക്കുന്നു. ബട്ട് അത് മോമോ ആയിരുന്നില്ല. അവരുടെ വരുമ്പോ കണ്ട വളരെ വിയേഡായ സ്ത്രീകളായിരുന്നു. അകത്ത് കയറി അവർ അവിടെയുള്ള ഫുഡൊക്കെ കഴിക്കുന്നു. അപ്പൊ നാക്കി എന്നു പേരുള്ള സ്ത്രീ ജിജിയോട് സംസാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വീട് ഇവരുടേതാണ്. അവർ പറയുന്നുണ്ട് എന്റെ നല്ല മനസ്സ് കാരണമാണ് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് റെന്റ് വാങ്ങാത്തത്. കാരണം നിന്റെ പാരന്റ്സ് ഇപ്പോ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് എന്നോട് എപ്പോഴും നന്ദി വേണം. ജിജിയും ചിരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഒക്കാറൂൺ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ജിജി, ഞങ്ങൾ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത്. ഈ വീട് ഇവരുടേതാണ്. എന്റെ പാരന്റ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം ഞാൻ റെന്റ് കൊടുത്തിട്ടില്ല. ഇവർ കാരണമാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇവർ കീറ്റോ ഫാമിലിയാണ്. ഇവർ ഈ നാട്ടിലെ പ്രമാണികളാണ്. ഇത് കേട്ട് ഒക്കാറൂൺ, ഈ വീട് ഇവരുടേതാണെങ്കിൽ നമ്മൾ വാളിലുണ്ടാക്കിയ ഹോള് എന്ത് ചെയ്യും? ജിജി ഓൾറെഡി ആ ഹോള് ഒരു പോസ്റ്റർ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നാക്കി ജിജിയോട് ചോദിക്കുന്നു, നീ ഞങ്ങളോട് പറയാതെ എവിടെയാണ് പോയത്? ഇതേട് ജിജി, ഓ അതോ, ഇവനാണ് എന്റെ ഫ്രണ്ട് ഒക്കാറൂൺ. ഇവൻ എന്റെ വീട് കാണണമെന്ന് പറഞ്ഞു. സോ ഞാൻ അവനെ കൊണ്ടുവരാൻ പോയതാണ്. ഇത് കേട്ട് നാക്കി, നീ വീണ്ടും വല്ല സ്പിരിറ്റ് മീഡിയത്തിനെയും കൊണ്ടുവരാൻ പോയതല്ലോ? ഇത് കേട്ട് ബാക്കിയുള്ളവർ, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രേതവുമില്ല. നീ ഞങ്ങളുടെ പേര് കളയുമോ? നീ കാരണം ഈ വീട് വേറെ ആരും വാങ്ങില്ല. സോ ഇനി ആളുകളോട് ഇവിടെ പ്രേതമുണ്ടെന്ന് പറയുന്നത് നിർത്ത്. ഇത് കേട്ട് ജിജി, ഹേ അങ്ങനെയൊന്നുമില്ല, ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് സ്പിരിറ്റ് മീഡിയമായി തോന്നുന്നുണ്ടോ? ഇത് കേട്ട് നാക്കി പെട്ടെന്നൊരു ഗണ്ണെടുത്ത്, നിനക്കറിയില്ലേ എന്റെ കയ്യിൽ ഹണ്ടേഴ്സ് ലൈസൻസ് ഉള്ള കാര്യം? ഒരു തവണ ഞാനൊരു മാനിനെ ഷൂട്ട് ചെയ്യുമ്പോ അറിയാത്തൊരു മനുഷ്യനെ കൊണ്ടു. ഇത് കേട്ട് ജിജി, ആന്റി നിങ്ങളുടെ കയ്യിൽ ഹണ്ടേഴ്സ് ലൈസൻസ് ഉണ്ട്, എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ നേരെ ഗണ്ണ് ചൂണ്ടുന്നത് ഇല്ലീഗലാണ്. അപ്പൊ അവിടെ ഒരു പോലീസ് ഓഫീസർ വരുന്നു. അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് കീറ്റോ ഫാമിലിയിലെ ബാക്കിയുള്ളവരും അകത്ത് വരുന്നു. അവർ പറയുന്നു നാട്ടുകാർ ഞങ്ങളെ പിടിച്ചു. അപ്പൊ ഓഫീസർ സൂറു ആണ് ഞങ്ങളെ രക്ഷിച്ചത്. അപ്പൊ അവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെ അറസ്റ്റ് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. ഇവിടെ ഒരാൾ വന്ന് ജിജിയോട് അവൻ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നു. ഇതേടി ജിജി, ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പോയതാണെന്ന് പറയുന്നു. നീ ഞങ്ങളോട് കള്ളം പറയരുത്, കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല എന്നാ വ്യക്തി ജിജിയോട് പറയുന്നു. ജിജി പറയുന്നു, ഒക്കാറൂൺ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനിവിടെ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇത് കേട്ട് അയാൾ ഒക്കാറൂന്റെ അടുത്ത് പോയി ജിജിയുടെ ഫേവറേറ്റ് ഫുട്ബോൾ ക്ലബ് ഏതാണെന്ന് ചോദിക്കുന്നു. നീ ജിജിയുടെ ഫ്രണ്ട് അല്ലേ? അപ്പൊ നിനക്ക് അറിയാമായിരിക്കുമല്ലോ. ഇനി നീ ജിജിയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നീ ഇവിടെ എന്തിനാണ് വന്നതെന്ന് എനിക്ക് അറിയണം. ഇത് കേട്ട് ഒക്കാറൂൺ PSG എന്ന് പറയുന്നു. അത് ശരിയായിരുന്നു. ഇത് കേട്ട് അവർക്ക് ഒക്കാറൂൺ ജിജിയുടെ ഫ്രണ്ട് ആണെന്ന് വിശ്വാസമാകുന്നു. ഇവിടെ ഒക്കാറൂൺ അവർ വാളിലൊട്ടിച്ച പോസ്റ്ററിലുണ്ടായിരുന്ന ടീമാണ് പറഞ്ഞത്. നാക്കി ചോദിക്കുന്നു, നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഇല്ലേ? അവൾ എപ്പോ തിരിച്ചു വരും? ഇത് കേട്ട് ജിജി, പെണ്ണോ? ഇവിടെ അങ്ങനെ ആരുമില്ലല്ലോ. ഇത് കേട്ട് അവർക്ക് മനസ്സിലാകുന്നു ജിജി അവരോട് കള്ളം പറയുകയാണ്. ഇവിടെ മോമോ ഷുജിനോക്കോ ഷ്രൈൻ കാണാൻ പോകുന്നു. അവിടെ മോമോ മാഞ്ചിറോ എന്ന ഒരു വ്യക്തിയെ കാണുന്നു. അദ്ദേഹം അവൾക്ക് ഷ്രൈൻ തുറന്ന് കാണിക്കുന്നു. ഇത് കണ്ട് മോമോ, നീ ഷ്രൈൻ ഇങ്ങനെ എല്ലാവർക്കും
മോമോക്ക് കാണിച്ചു കൊടുക്കുമോ? ഇത് കാണാൻ പൈസയുടെ ആവശ്യമില്ല, എനിക്കൊരു വലിയ യൂട്യൂബർ ആകണം. ദെൻ മോമോ സുചിനോക്കോ ഷ്രൈൻ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു. ഇങ്ങനെ മോമോ അവിടെ ഒരു സ്നേക്കിന്റെ സ്കിന്ന് മാത്രമാണ് കാണുന്നത്. ഇത് കണ്ട് മോമോ ആകെ ഡിസപ്പോയിന്റഡ് ആകുന്നു. ഇത് കണ്ട് മാഞ്ചിറോ, എനിക്കറിയാം നീ ഡിസപ്പോയിന്റഡ് ആണെന്ന്, ബട്ട് ഇതാണ് ഇവിടെ ഉള്ളത്. സ്വർഗത്തിൽ നിന്ന് ഒരു ഡ്രാഗൺ വരുമ്പോൾ മായവൽ സൃഷ്ടിക്കും, ശേഷം മൗണ്ടന്റെ ദേഷ്യം ഗ്രാമത്തെ നശിപ്പിക്കും. ഇങ്ങനെ പറയാൻ കാരണം ആളുകൾ പറയുന്നത് വോൾക്കാനോയുടെ ഉള്ളിൽ ഒരു വലിയ സ്നേക്ക് ഉണ്ടെന്നാണ്. അതിന് വിശക്കുമ്പോൾ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കും. ആ സമയത്ത് ഗ്രാമത്തിലെ ആളുകൾ ആ വലിയ പാമ്പിന്റെ വിശപ്പടക്കാൻ വേണ്ടി കുട്ടികളെ ബലി കൊടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കാരണം 2000 വർഷമായി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട്. നീ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കിൻ ആ വലിയ പാമ്പിന്റേതാണ്. ഇപ്പൊ ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഈ സ്കിന്നാണ് ആ വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ആളുകൾ അവരുടെ കുട്ടികളെ ബലി കൊടുക്കുന്നത് നിർത്തി. ഇത് കേട്ട് മോമോ, അപ്പൊ സുചിനോക്ക് എന്താണ്? അത് ഞങ്ങൾ വെറുതെ വെച്ച പേരാണ്. എന്റെ അച്ഛൻ പറഞ്ഞു ആ പേര് വെച്ചാൽ കുറെ ടൂറിസ്റ്റ് വരുമെന്ന് എന്ന് മാഞ്ചിറോ മോമയോട് പറയുന്നു. ആ വലിയ സ്നേക്ക് ഒരു കെട്ടുകഥയാണ്. പണ്ട് കുറെ ആളുകൾ അതിന്റെ പേര് പറഞ്ഞ് സ്വന്തം കുട്ടികളെ ബലി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനിവിടെ വരുന്ന എല്ലാവരോടും ഈ സത്യങ്ങൾ പറയാറുണ്ട്. കാരണം അവർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കരുത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബർ ആകാനായിരുന്നു ആഗ്രഹം. ഇത് കേട്ട് മോമോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ സ്റ്റോറി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൂടെ? ഇത് കേട്ട് മാഞ്ചിറോ, ഓ എനിക്ക് ഈ ഐഡിയ നേരത്തെ തോന്നിയില്ലല്ലോ. ദെൻ മോമോ തിരിച്ചു പോകുന്നു. അപ്പൊ സുചിനോക്കോ വെറും കെട്ടുകഥയാണോ? ഒക്കാറുൺ ഇത് കേട്ടാൽ വളരെ ഡിസപ്പോയിന്റഡ് ആകും എന്ന് പറഞ്ഞ് മോമോ ജിജിയുടെ വീട്ടിലെത്തുന്നു. മോമോ കരുതുന്നു ഇപ്പൊ കുറെ സമയം ആയതുകൊണ്ട് ജിജിയും ഒക്കാറുൺ നല്ല ഫ്രണ്ടായി കാണും. ഇതാലോചിച്ച് മോമോ അകത്ത് കയറി നോക്കുമ്പോ അവിടെ ജിജിയും ഒക്കാറുനും ബോധം കെട്ട തറയിൽ കിടക്കുന്നതാണ് കാണുന്നത്. മോമോയെ കണ്ട് നാക്കി അങ്ങനെ മൂന്നാമത്തെ ബലിയും വന്നു. ഇനി ഫെസ്റ്റിവൽ ആരംഭിക്കാം. ഇത് പറഞ്ഞതും അവിടെയുള്ള ആളുകൾ മോമോയെ പിടിക്കാൻ ശ്രമിക്കുന്നു. മോമോ തന്റെ പവർ യൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മോമോ തന്റെ മുന്നിൽ വരുന്ന എല്ലാവരും അടിച്ച് പൊളിക്കുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ആള് വന്ന് മോമോയെ പിന്നിൽ നിന്ന് പിടിക്കുന്നു. എന്നിട്ട് അവളുടെ തലക്ക് നല്ല രീതിക്ക് ഒരു അടി കൊടുക്കുന്നു. ദെൻ അവളുടെ കാല് പിടിക്കുമ്പോൾ ടെർബോ ഗ്രാനി പെട്ടെന്ന് ചാടി അയാളെ പേടിപ്പിക്കുന്നു. ഇങ്ങനെ മോമോ നിൽക്കുമ്പോൾ നാക്കി ചാടി വന്ന് മോമോയെ അറ്റാക്ക് ചെയ്യുന്നു. മോമോ നാക്കി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നാക്കി അതിൽ നിന്നൊക്കെ ഈസിയായി ഒഴിഞ്ഞു മാറുന്നു. ദെൻ നാക്കി വന്ന് മോമോക്ക് ഒരു പവർഫുൾ പഞ്ച് കൊടുക്കുന്നു. ഇത് കാരണം മോമോ ആ സീക്രട്ട് റൂമിലെ വാള് തകർത്ത് അകത്തേക്ക് പോകുന്നു. ദെൻ നാക്കി പറയുന്നു, ആരാണിവൾ? ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്രക്കും പവർ ലഭിച്ചത്? ഇവിടെ മോമോ ടെർബോ ഗ്രാനിയോട് ചോദിക്കുന്നു, ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര പവർ ലഭിച്ചത്? ഇതേട്ട് ഗ്രാനി, അവർ വെറും ഒരു ഓൾഡ് പവർഫുൾ ലേഡിയാണ്. ഇത് കേട്ട് മോമോ അങ്ങനെയൊന്നുമില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ഗ്രാനി, ഇതുപോലെ ഒരെണ്ണം നിന്റെ വീട്ടിലുമുണ്ട്. ഗ്രാനി സംസാരിക്കുന്നത് കണ്ട് കീറ്റോ ഫാമിലിയിലെ ഒരാൾ ഷോക്ക് ആവുന്നു. നാക്കി ചിന്തിക്കുന്നു, ഇവിടെ കണ്ടിട്ട് സ്പിരിറ്റ് മീഡിയം ആയിട്ട് തോന്നുന്നില്ല. നീ ഞങ്ങളുടെ വയൽ വരുന്നുണ്ടെങ്കിൽ നീ ഈ ഗ്രാമത്തിന്റെ നാശം ആഗ്രഹിക്കുന്നുണ്ട്. കാലങ്ങളായി കീറ്റോ ഫാമിലിയാണ് ഈ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ വലിയ പാമ്പിന് 200 വർഷവും ബലി കൊടുത്തിട്ടുണ്ട്. അത് കാരണമാണ് ആ അഗ്നിപർവ്വതം ശാന്തമായത്. ആൻഡ് ആ മഹാനായ പാമ്പാണ് ഞങ്ങൾക്ക് ഹോട്ട് സ്പ്രിംഗ് തന്നത്. കീറ്റോ ഫാമിലി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഗ്രാമം എന്നേ നശിച്ചിട്ടുണ്ടാകും. ഇത് കേട്ട് മോമോ ഷോക്കായി. എന്ത്, നിങ്ങൾ ബലി കൊടുക്കാറുണ്ടെന്നോ? അതെ, ഞങ്ങൾ ഇവിടെ നിന്നാണ് ആദ്യമായി ബലി കൊടുത്തത്. കാലക്രമേണ ഇവിടെ ഒരു വീടുണ്ടായി. ബട്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വെച്ചാണ് ബലി കൊടുക്കാറുള്ളത്. ഞങ്ങൾ ബലി കൊടുക്കേണ്ട ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് മഹാനായ സർപ്പത്തിന് സമർപ്പിക്കും. ഇത് കേട്ട് മോമോക്ക് മനസ്സിലാകുന്നു ഇവർ കാരണമാണ് ജിജിയുടെ പാരന്റ്സിന് ഈ അവസ്ഥ വന്നത്. ദെൻ നാക്കി പറയുന്നു, ഇന്ന് നല്ല ദിവസമാണ്. കാരണം നമുക്ക് 3 പേരെ ബലി നൽകാൻ കിട്ടി. ഇപ്പൊ ബലി കൊടുക്കാൻ ആളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് മോമോയുടെ കാല് താഴോട്ടേക്ക് പോകുന്നു. ആ റൂം മോമോയെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. മോമോ തന്റെ പവർ യൂസ് ചെയ്ത് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ കീറ്റോ ഫാമിലി വന്ന് അവളെ ചവിട്ടി തിരിച്ചകത്തേക്ക് ഇടുന്നു. എന്നിട്ട് മോമോയെ നോക്കി, നിനക്ക് പുറത്തു വരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ പറയുമ്പോൾ ജിജിയും ഒക്കാറുനും ഒരു സോഫ എടുത്ത് അവരെ തള്ളിയിടുന്നു. ഒക്കാറുൻ മോമയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അവരെല്ലാവരും താഴേക്ക് വീഴുന്നു. അവരുടെ കൂടെ കീറ്റോ ഫാമിലിയിലെ ആളുകളും വീണിട്ടുണ്ട്. ഇങ്ങനെ അകത്ത് വീണ അവർ നോക്കുമ്പോൾ ആ മുറിയിൽ ഇപ്പൊ കുറെ വീടുകളുണ്ട്. ജിജി അതിലൊരു വീട്ടിൽ തൂങ്ങി നിൽക്കുകയാണ്. ദെൻ ജിജി താഴേക്ക് വീഴുന്നു. ബട്ട് അവനൊരു സോഫ്റ്റ് ആയ സ്ഥലത്താണ് വീണത്. അത് മറ്റൊന്നുമല്ല, ആ വലിയ പാമ്പായിരുന്നു. അതിനെ കണ്ടതും കീറ്റോ ഫാമിലിയിലെ ആളുകൾ ഹാപ്പിയാകുന്നു. ലോർഡ് സർപ്പന്റ്, ഞങ്ങളാണ് കീറ്റോ ഫാമിലി എന്ന് പറഞ്ഞ് അവർ ഒരു പോസിൽ നിൽക്കുന്നു. ഞങ്ങളിവിടെ വന്നത് നിങ്ങൾക്ക് 3 ആളുകളെ ബലി നൽകാൻ വേണ്ടിയാണ്. ഇത് കേട്ട് മോമോ, അപ്പൊ ഇത് സത്യമാണോ? ഇങ്ങനെ ഇവർ ഷോക്കായി നിൽക്കുമ്പോൾ ടെർബോ ഗ്രാനി പുറത്തു വന്ന് ഇത് കുറകാരിയാണെന്ന് പറയുന്നു. ഇത് കേട്ട് മോമോ അതെന്താണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഒക്കാറും പറയുന്നു, അത് മംഗോളിയൻ ഡെത്ത് വോമാണ്. അതൊരു വലിയ മനുഷ്യരെ മാത്രം കഴിക്കുന്ന എർത്ത് വോമാണ്. ഇവ കൂടുതലും ജീവിക്കുന്നത് ഗോബി ഡെസേർട്ടിലാണ്. ബട്ട് ബുക്കിൽ പറയുന്നത് അനുസരിച്ച് ഇതിന്റെ നീളം 1.5 മീറ്റർ തൊട്ട് 2 മീറ്റർ വരെയാണ്. ഞാൻ ഇതുവരെ ഇത്ര വലിയ എർത്ത് വോമിനെ കണ്ടിട്ടില്ല. ഇത് കേട്ട് മോമോ, അപ്പൊ ഈ പറഞ്ഞ 200 വർഷവും ഇവർ മനുഷ്യരെ ബലി നൽകിയത് ഒരു എർത്ത് വോമിനാണോ? മോമോ കീറ്റോ ഫാമിലിയോട് പറയുന്നു, ഇത് ദൈവമൊന്നുമല്ല, അത് മനുഷ്യരെ മാത്രം കഴിക്കുന്ന ഒരു എർത്ത് വോമാണ്. ബട്ട് ഇതൊന്നും കേൾക്കാതെ അവർ അവരുടെ രീതിയിൽ എന്തോ ഡാൻസ് ചെയ്യുന്നു. പെട്ടെന്ന് ആ വലിയ സ്നേക്ക്
അവിടേക്ക് വന്ന് അവരെ കഴിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. ഇത് കണ്ടതും അവർ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവിടെയുള്ള ഒരു വീടിന്റെ അകത്തേക്ക് പോകുന്നു. അകത്ത് കയറിയതും മോമോയും ഒക്കാറും തങ്ങളുടെ ചെവി പിടിച്ച് അവിടെ കിടക്കുന്നു. പെട്ടെന്ന് ഒക്കാറും ടർബോ ഗ്രേയായി മാറുന്നു. ദെൻ ജിജിയെ കഴിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.